രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന, രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേരുന്ന, രണ്ട് സഭകൾ ഒന്നിച്ചു ചേരുന്ന, രണ്ട് പൈതൃകങ്ങൾ ഒന്നിച്ചു ചേരുന്ന അസുലഭ നിമിഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. ഞാൻ നിരീക്ഷിച്ചതിൽ ദൈവസൃഷ്ടിയിൽ ഏറ്റവും വിശേഷപ്പെട്ടത് മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് വിവേകവും വിചാരവും അതുപോലെ വികാരവും ഉള്ളത് മനുഷ്യന് മാത്രമാണ്. ഈ വികാരങ്ങളിൽ ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവും അതുപോലെ ഉത്തമമായ വികാരം സ്നേഹമാണ്. ഈ പ്രകൃതി തന്നെ സ്നേഹമയമാണല്ലോ. അതിനെക്കുറിച്ച് ആശാൻ പറയുന്നത് സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, അങ്ങനെയാണ് ആശാൻ്റെ കവിവചനം. സമൂഹത്തിൽ സ്നേഹമുണ്ട്. സ്നേഹമില്ലെങ്കിൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ആരുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്നുള്ളത് ചർച്ച ഒരിക്കലും അവസാനം കാണാത്ത ഒരു ചർച്ചയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അമ്മമാർ പറയും 10 മാസം നിന്നെ ഞാൻ ചുമന്ന്, അല്ല നിന്നെ മക്കളോട് പറഞ്ഞതാണ്, നിന്നെ ഞാൻ ചുമന്ന് വേദനയോടെ പ്രസവിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്നറിയാതെ തന്നെ ഞാൻ നോക്കി, തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞ് അവകാശത്തിൻ്റെ അട്ടിപ്പറെടുക്കുവാൻ വേണ്ടി അമ്മമാർ വരാറുണ്ട്. പക്ഷേ സ്നേഹം മുഴുവൻ മനസ്സിൽ ഒതുക്കി വെച്ച് കരളിൻ്റെ അകത്ത് ഉറപ്പിച്ച് വെച്ച് നിശബ്ദനായിട്ട് സ്നേഹത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന പിതാവ് ഒരു മൂലയ്ക്ക് നിൽക്കുന്നത് കാണാം. കാരണം പിതാക്കന്മാർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അമ്മമാരത് അവതരിപ്പിക്കും. പക്ഷെ പിതാക്കന്മാരുടെ സ്നേഹം കുന്നോളമുള്ള സ്നേഹമാണ്. പക്ഷേ അത് കുന്നിക്കുരു പോലെ അവർ കാണിക്കാറില്ല എന്നുള്ളതാണ്. അമ്മ ശിശു ആ ബന്ധം ആരംഭിക്കുന്നത് ഗർഭപാത്രത്തിലാണ്, ഒരു അംബ്ലിക്കൽ കോഡിൽ. പക്ഷേ ഒരു ശിശു പുറത്തു വരുമ്പോൾ ആ അംബ്ലിക്കൽ കോഡ്, ആ പൊക്കിൾക്കൊടി മുറിച്ചിട്ട് ഒരു പ്രത്യേക വ്യക്തിയായിട്ട്, ഒരു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുകയാണ്. പിന്നീട് ആ സ്നേഹം തേടുന്ന ഒരു ജീവിതമാണ് ഓരോ മനുഷ്യർക്കും. വേർ കാൻ ഐ ഗെറ്റ് ലവ്? ഇന്നിൻ്റെ ലോകത്തിൽ നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥതയുടെ ലോകമാണ്. സ്നേഹത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികളെക്കുറിച്ച് നമ്മൾ പത്രദ്വാര മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. മായം നിറഞ്ഞ ലോകത്തിൽ സ്നേഹത്തിന് മാത്രം മായമില്ലാതിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ബുദ്ധിമോശമാണ്. എന്നാൽ വിവാഹം എന്ന് പറയുന്നതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശന സ്ഥലം എന്ന് ഞാൻ പറയും. മാരേജ് ഈസ് ദ ബെസ്റ്റ് the best place where you can show your love. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ 3 പ്രകടനങ്ങളാണ്. 3 expressions of love. സ്നേഹം എന്ന് പറയുന്ന വാക്ക് മലയാളത്തിലൊരു നാമമാണ്. ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബോത്ത് എ വേർബ് ആൻഡ് എ നൗൺ. ബട്ട് ഇറ്റ് ബിക്കംസ് എ വേർബ് ഫസ്റ്റ്, ദെൻ ഇറ്റ് ബിക്കംസ് എ നൗൺ. ആദ്യം അതൊരു ക്രിയാപദമാണ്, പിന്നെ നാമമാകുന്നുള്ളൂ. സ്നേഹത്തിന് എപ്പോഴും ഒരു ആക്ഷൻ ആവശ്യമാണ്. അപ്പോൾ സ്നേഹം എന്ന വികാരം അതിനൊരു തെളിവ് ആവശ്യമാണെങ്കിൽ അതെങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളതിന് വിവാഹ ജീവിതത്തിൽ 3 ചിത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യു ക്യാൻ എക്സ്പ്രസ് യുവർ ലവ് ബൈ ബീയിങ് ടുഗദർ. ഒരുമിച്ചിരിക്കുന്നതിലൂടെയാണ് സ്നേഹം പ്രദർശിക്കപ്പെടുന്നത്. ഞാനിവിടെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ എനിക്കറിയാം ഭാര്യാഭർത്താക്കന്മാരെല്ലാം ഒന്നിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അകത്തൊരു സ്നേഹമുണ്ട്, ഇല്ലയോ? ഉണ്ട്. അപ്പോൾ സ്നേഹം ഒരുമിപ്പിക്കുന്നതാണ് സ്നേഹം. ഒരുമിച്ചിരിക്കുന്നതിലൂടെ അത് മനസ്സിലാക്കുവാൻ കഴിയും. അതിന് ഉപോത്ബലമായിട്ട് വേദവസ്തുന്ന് എടുക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വേദവസ്തും തിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഭാഗമൊന്ന് പറഞ്ഞു വിടാം. ആദാമിനെയും ഹവ്വയും ദൈവം തോട്ടത്തിലാക്കി. നല്ല സൃഷ്ടിയായിരുന്നു, പൂർണ്ണ സൃഷ്ടിയായിരുന്നു. പക്ഷേ പിശാച് അവരെ വഞ്ചിച്ചു. അവർ പാപം ചെയ്തു. നഗ്നരെന്ന് തെളിവ് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഒളിച്ചിരുന്നു. അവിടെ ദൈവം അവരെ അന്വേഷിച്ചു വന്നോട് ചോദിക്കുകയാണ്, ആഡം വേർ ആർ യു? ആദാമേ നീ എവിടെയാണ്? ഞാൻ ഒളിച്ചിരിക്കുകയാണ്. വൈ? ബിക്കോസ് ഐ ആം നേക്കഡ്. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഡിഡ് യു ഈറ്റ് ദ ഫ്രൂട്ട് ദാറ്റ് ഐ ആസ്ക്ഡ് യു നോട്ട് ടു ഈറ്റ്? നിന്നോട് നിഷേധിക്കപ്പെട്ട ആ കനി നീ ഭക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദ വുമൺ ഹൂം യു ഗേവ് ടു ബി വിത്ത് മീ ഗേവ് മീ ആൻഡ് ഐ ഏറ്റ്. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ. ആ പ്രയോഗം ശരിയാണ്. ആൻഡ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾസോ കറക്റ്റ്. ദൈവം ആ സ്ത്രീയെ കൊടുത്ത് എന്തിനു വേണ്ടിയാ? ടു ബി വിത്ത്. ചുമ്മാ ഇരുന്നാൽ മതി, എന്നോടുകൂടി ഇരിക്കുക. 1 പത്രോസ് 3:7 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിപ്പാൻ ഭാര്യമാരോടുകൂടെ വസിച്ച് റിസൈഡിങ് വിത്ത് ദം എന്നുള്ള പദപ്രയോഗമാണ്. സങ്കീർത്തനം 128:3 നമ്മൾ വായിക്കുന്നത്, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഷീ ഈസ് ദെയർ ഫോർ യു. നമുക്കറിയാം പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ
ഒരു പുരുഷൻ പുതുതായിട്ടൊരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത് എന്നാണ്. 1 വർഷമെങ്കിലും വീട്ടിലിരിക്കണം. ഇവിടെ ലീവ് എടുത്ത് 1 വർഷം വീട്ടിലൊന്നും ഇരിക്കരുത് കേട്ടോ. ജോലിക്കൊക്കെ പോകാൻ തടസ്സമൊന്നുമില്ല. ടു ബി വിത്ത് യുവർ ദ ലവ്ഡ്, ദ മോസ്റ്റ് ബിലവഡ് വൺ. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന പങ്കാളിയോട് കൂടെ ശിഷ്ടായുസ് മുഴുവൻ കഴിക്കുക. യു ആർ ഷെയറിങ് യുവർ ലൈഫ്. ടു ബി വിത്ത് ദ പേഴ്സൺ, ഒരാളോട് കൂടി ഇരിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2:24 അർത്ഥവും. 2 പദപ്രയോഗങ്ങൾ അവിടെ ഉണ്ട്. പറ്റിച്ചേരും, ഏകദേഹമായി തീരും. പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പരം സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. ഈ വേർപെട്ട ദൈവമക്കളുടെ ഇടയിലല്ലെങ്കിലും മറ്റുള്ള ആളുകൾ ഈ വിവാഹത്തിന് ഉപയോഗിക്കുന്ന വേറൊരു പേരാണ് കെട്ടിക്കുക. അവളെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടു അല്ലേ? എന്താ കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ? കെട്ടുകെട്ടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ടു പുട്ട് ടുഗെദർ. There are some aborigines in Australia. ഈ ഓസ്ട്രേലിയയിലുള്ള ആദിവാസി വർഗ്ഗങ്ങളുടെ ഇടയിൽ ഒരു ചെറുക്കനും പെണ്ണും വിവാഹാലോചന ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഒത്തുപോകുമോ, ഇവർ രണ്ടും ഒരുമിച്ച് ജീവിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടി അവർ ടെസ്റ്റ് നടത്തും. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ഒരു പരമ്പിൽ അങ്ങ് പൊതിഞ്ഞിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് താഴേക്ക് ഉരുട്ടിവിടും. താഴേക്ക് ഉരുട്ടി വിട്ടിട്ട് ഈ പരമ്പ് തുറന്നു പോവുകയോ ഇവർ 2 വേർപെട്ടു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ വിവാഹം നടക്കത്തില്ല. ഇവർ 2 ഒരുമിച്ചിരിക്കുമോ എന്നറിയാനുള്ള ഒരു മാർഗമാണത്. എൻ്റെ പൊന്നു ഡേവിഡ്, അങ്ങനെയുള്ളൊരു സംരംഭം ഇവിടെ ഇല്ലാത്തത് ഏതായാലും നന്നായിപ്പോയി അല്ലേ? ബട്ട് ബൈബിൾ സേസ് man and woman should live together, unity, because God is a unity. Bible is talking about a God who is Father, Son and the Holy Ghost, and there is a perfect unity and the expression of love, the acme of love you find in the God of the Bible. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിലാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന്, ബീയിങ് ടുഗെദർ ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ലവ്. ഒരുമിച്ചിരിക്കുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന 2ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ബൈ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിലൂടെ. ആ ശബ്ദത്തിലും ടോണിലുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട് കേട്ടോ, ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 ശമൂവേൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെയാണ്. ഒരു പക്ഷേ ഈ ഭാഗം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഭാഗം ഏതാണ് എന്നുള്ളത്. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വാക്യം ഞാൻ വായിക്കാം. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിച്ചുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിൽ പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നമ്മൾ സാധാരണ ബൈബിൾ വായിക്കുമ്പോഴേ പെട്ടെന്നങ്ങ് വായിച്ചു പോവുകയല്ലേ, ഒരു വികാരം ചേർക്കാതെ അല്ലേ? ഒരു വികാരം കൂടെ ചേർത്ത് വായിച്ചു നോക്കിയേ. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ കരയുന്നതെന്ത്? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നതെന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. വാട്ട് എ ഗ്രേറ്റ് കോൺവെർസേഷൻ. അപ്പോൾ സ്നേഹം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന 2ാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഭാഷണമാണ്. ഇൻ യുവർ കോൺവെർസേഷൻ there should be an expression of love. Love should be visible and it should be audible and it should be seen. ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നേഹമായിരിക്കണം. പലർക്കും ഉത്തമഗീതത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ന്റെ വ്യാഖ്യാനമാണ് ഉത്തമഗീതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള വികാരങ്ങൾ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതിനൊരു പരിച്ഛേദം ആ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. എക്സ്പ്രഷൻ ഓഫ് ലവ് ഇൻ കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നമ്മൾ ഈ വിളിക്കുന്ന പേരുകൾ, അതുകൊണ്ടാണ് ചിലപ്പോൾ ചെല്ലപ്പേര് വിളിക്കുന്ന കേൾക്കാൻ എന്ത് രസമാണെന്നറിയാവും. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു സ്ത്രീയോ അവിടെ അത്ര ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല. നിങ്ങൾ കണ്ടോ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് എന്നും ഉണ്ണാൻ വരുമ്പോൾ ഭാര്യയെ വിളിക്കുന്ന എൻ്റെ മുന്തിരി, എൻ്റെ പൈനാപ്പിള്, എൻ്റെ ആപ്പിള്, അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവന് പഴക്കച്ചവടമാണ്, എനിക്ക് ഇരുമ്പ് കച്ചവടമാണ്. അപ്പോൾ നിങ്ങളുടെ തൊഴിലെന്താണെന്നുള്ളതല്ല, സ്നേഹത്തോടു കൂടെ ഒരു വാക്ക് പറയുക അല്ലേ? മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. വായിൽ കിടക്കുന്ന നാക്കാണ് പ്രശ്നം.
ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ടങ് ഈസ് ദി ഓൺലി ഓർഗൻ ഇൻ അവർ ബോഡി that does not have any bone, but it can break anybody's backbone. And tongue is in a place which is wet, and it can slip very fast. And therefore we be careful as to how you use. And Bible has lots of illustrations from Genesis to Revelation as to how the tongue should be used and how our communication can be used as an expression of our love. നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ വാക്കുകളെക്കാൾ മാന്യമായിട്ട് വേറെ ഒന്നുമില്ല. രൂത്തിനെ നോക്കുക. രൂത്ത് നവോമിയോട് സംസാരിക്കുന്നതും ബോവസിനോട് സംസാരിക്കുന്നതൊക്കെ ഒന്ന് ദർശിച്ച് നോക്കിയാൽ അറിയാം എത്ര മനോഹരമായിട്ട് സ്നേഹവായ്പോടുകൂടിയാണ് അവൾ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ദാവീദ് എങ്ങനെ സംസാരിക്കണം? കുറച്ച് സ്നേഹത്തിൽ സംസാരിക്കാം. ജമൈമ, റൈറ്റ്? ദേ ഷുഡ് ബി ലവ് ഇൻ ദി എക്സ്പ്രഷൻ ഓഫ് യുവർ വേർഡ്സ്. അതാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ രണ്ടാമത്തെ മേഖല. മൂന്നാമത്തത് പ്രവൃത്തിയിലൂടെ. 2 കഥകൾ പറഞ്ഞ് ഞാൻ അങ്ങ് തീർക്കാം ഭാഗം. ഒന്ന് അബീഗയിലും നാബാലിൻ്റെയും കഥയാണ്. അത് 1 ശമൂവേൽ 25-ാം അധ്യായത്തിലാണ്. ഈ നാബാൽ എന്ന് പറഞ്ഞ ആൾ ഭോഷന, ഭാര്യ തന്നെ പറയുന്നത്. അവൻ്റെ പേര് നാബാൽ എന്നാണ്. അവൻ ഭോഷനാണ്. ദാവീദ് രാജാവ് നാബാലിനെ കൊല്ലും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അബീഗയിൽ അവിടെ ഇടപെട്ട് അവളുടെ പ്രവൃത്തിയിലൂടെ ദാവീദിൻ്റെ കോപം ശമിപ്പിക്കുകയും അതോടുകൂടി നാബാലിൻ്റെ ജീവനെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി. യു ക്യാൻ ഷോ യുവർ ലവ് ത്രൂ ആക്ഷൻ. ഇനി 1 ശമൂവേൽ 19:11 അമ്മായിയപ്പൻ ദാവീദിൻ്റെ ജീവന് വേണ്ടി പുറകെ നടക്കുകയാണ്. എവിടെ കിട്ടിയാലും കൊല്ലുന്നുള്ളതാണ് അവസ്ഥ. ആ ഒരു ദിവസം ദാവീദ് വീട്ടിലുണ്ടെന്ന് അറിവ് കിട്ടി ശൗൽ വന്നു. ശൗലിനെ കൊല്ലുന്ന ഉറപ്പായപ്പോൾ എന്തു ചെയ്തു? ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ ഒരു ബിംബം കട്ടിൽ വെച്ചിട്ട് അവനോട് പറഞ്ഞു രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. ബിക്കോസ് ഷീ ലവ്ഡ് ഹിം. വേദപുസ്തകത്തിൽ മീഖളിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ പറയുന്നത് ശൗലിൻ്റെ മകളായ മീഖൾ. സാധാരണ എങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ ഭാഗത്ത് എഴുതിക്കുന്നത് എങ്ങനെ അറിയോ? ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ. ബിക്കോസ് ഷീ വാസ് ആക്ടിങ് ലൈക്ക് ട്രൂ വൈഫ്. ലവ് ഈസ് എക്സിബിറ്റഡ് ഇൻ വർക്ക്. ഒരുമിക്കലിലൂടെ, ആശയവിനിമയത്തിലൂടെ, പ്രവൃത്തിയിലൂടെ സ്നേഹം കാണിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഞാൻ ഈ പിടിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഗോഡ് ഈസ് ലവ്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹൈന്ദവരും മുസ്ലിങ്ങളും ബുദ്ധിമതക്കാരും എല്ലാവരും അവരുടെ വണ്ടിയുടെ പുറകിലും വീട്ടിന് മുമ്പിലൊക്കെ എഴുതിക്കും ഗോഡ് ഈസ് ലവ്. ഇത് വേദവസ്ത്രം എഴുതിക്കുന്നൊരു വാക്യമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ തെളിവ് വേണമല്ലോ, വേണ്ടേ? ഐ വാണ്ട് എ പ്രൂഫ് ടു നോ ദാറ്റ് ഗോഡ് ഈസ് ലവ്. അങ്ങനെയാണെങ്കിൽ എന്നോടുകൂടെ അടുത്ത് വരുന്നവനായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്നേഹത്തിൻ്റെ പ്രദർശനം പറഞ്ഞാൽ എന്നോടുകൂടി ഇരിക്കാനാണ്, അല്ലേ? ഐ വാണ്ട് എ ഗോഡ് ഹൂ ഈസ് വിത്ത് മീ. എൻ്റെ കൂടെ ഇരിക്കുന്ന, എന്നെ അന്വേഷിച്ച് വരുന്ന, എന്നിൽ എ ഗോഡ് ഹൂ ഈസ് ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ടത്. I don't want to seek a God who is far away, who is not interested, whom I need to please. I am interested in a God who loves me unconditionally. പരിധികളില്ലാതെ, വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്നൊരു ദൈവത്തെ എനിക്ക് വേണ്ടത്. അതാ വേദോസ്ത്ര ദൈവം. അതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? വേർ ആർ യു? ഐ എം ഹിയർ. ദൈവം അതുകൊണ്ടാണ് ഹാനോക്കിനോട് പറയുന്നത്, കം ലെറ്റ്സ് വാക്ക് ടുഗദർ. അവർ രണ്ടുപേരും നടന്നു. അബ്രഹാമിനെ വിളിക്കുകയാണ്, ദിസ് ഇസ് മൈ ഫ്രണ്ട്. എൻ്റെ സ്നേഹിതനാണ് അബ്രഹാം. മോശയോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുകയാണ്. മാത്രമല്ല ദൈവം പരിചയപ്പെടുത്തും പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. മനുഷ്യൻ്റെ കെയർ ഓഫിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. ഇപ്പം മോഡി എൻ്റെ ഒരു കസിനാണെന്ന് വിചാരിച്ചോ. ഏതാ നമ്മുടെ നരേന്ദ്രമോദിയെ എൻ്റെ ഒരു കസിനാണെങ്കിൽ ലോകത്തിൽ ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും ആദ്യം ഞാൻ പറയുന്നത് എന്താ? മൈ നെയിം ഇസ് ജോയ് ജോൺ, ഐ എം കസിൻ ഓഫ് നരേന്ദ്രമോദി. കാരണം പുള്ളി വലിയ പുള്ളിയാണ്. അപ്പം ഏറ്റവും വലിയ ആളിൻ്റെ കെയർ ഓഫിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അറിയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ പേരിലാണ്. ഗോഡ് ഓഫ് ഡാനിയൽ, ഗോഡ് ഓഫ് ജോസഫ്, ഗോഡ് ഓഫ് ഏബ്രഹാം, ഗോഡ് ഓഫ് ജസ്റ്റസിറ്റി, ഗോഡ് ഓഫ് പോൾ വർഗീസ്, ഗോഡ് ഓഫ് ഡേവിഡ് ആൻഡ് ഗോഡ് ഓഫ് ജമീമ. അങ്ങനെ അറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എ ഗോഡ് ഹു വാണ്ട്സ് ടു കം ആൻഡ് ബി വിത്ത് യു. ദാറ്റ് ഈസ് ഗോഡ് ഓഫ് ദ ബൈബിൾ. രണ്ട് ആശയവിനിമയമാണ്. അവൻ സംസാരിക്കണം. ഇത് മുഴുവൻ അതാണ് ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള അരുളപ്പാട്. അതിൻ്റെ സ്നേഹകാവ്യമാണ് ഈ വേദപുസ്തകം. ഈ പുസ്തകം പറയാണ്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, നിങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങൾ പാപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് വേദപുസ്തകം.
മൂന്നാമത്, ദൈവം സ്നേഹവാനാണെങ്കിൽ ഒരു പ്രവൃത്തി കാണിക്കണമല്ലോ, വേണ്ടേ? തീർച്ചയായിട്ടും. യോഹന്നാൻ 3:16 അതാണ്. For God so loved the world that he gave. That he gave, and gave is an activity. ദൈവം ലോകത്തെ അത്ര കണ്ട് സ്നേഹിച്ചതുകൊണ്ട് പാപത്തിന് പകരമായിട്ട് ബലിയായിട്ട് തീരുവാൻ തൻ്റെ ഓമനപുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, നമുക്ക് വേണ്ടി തന്നു. അവൻ കാൽവരിയുടെ ഉന്നതങ്ങളിൽ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ചു. കഥ അവസാനിക്കുന്നില്ല. മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ പറയാണ്, ഇഫ് എനിബഡി ബിലീവ്സ് ഇൻ മീ ദോ ഹി ഡൈസ് ഹി ഷാൽ ലിവ് അഗെയിൻ. ഒരുവൻ എന്നിൽ വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും. ആൻഡ് ഹി സേസ്, I want you to be with me throughout. എനിക്കിഷ്ടപ്പെട്ടൊരു കവിയാണ് തമിഴ്നാട്ടിലെ കണ്ണദാസൻ. വീട് വരെ ഉറവ് എന്ന കവിതയിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ശവപ്പെട്ടിയുടെ അടുക്കൽ വരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരും, വീടിൻ്റെ വാതിൽ വരെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ വരും, ഒരുപക്ഷെ ചുടലക്കാട് വരെ നിങ്ങളുടെ മക്കൾ വരും, അടുത്ത ബന്ധുക്കൾ വരും, ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ വരും. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, മീതി വരും യാർ? ഹൂ വിൽ കം ആഫ്റ്റർവേർഡ്സ്? യേശുക്രിസ്തു പറയാണ്, ഐ ആം ദെയർ ടു ഹോൾഡ് യുവർ ഹാൻഡ് ടിൽ എറ്റേണിറ്റി. നിത്യത മുഴുവൻ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തട്ടെ. ഹിസ് നെയിം ഈസ് ജീസസ്. ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകട്ടെ. ആ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് വിവാഹിതരാകുന്ന ഡേവിഡിൻ്റെയും ജമീമയുടെയും ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ, ആശംസയോടുകൂടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.